ഒന്ന് ജോബ്, കരിയർ, ഒക്യുപ്പേഷൻ. ഇത് മൂന്നും ഡിഫറെൻ്റ് ആണ്. നിങ്ങളാരും ഇങ്ങോട്ട് വന്നത് ഒരു ജോബിന് വേണ്ടിയല്ല. നിങ്ങളാരും ഇങ്ങോട്ട് വന്നത് ഒക്യുപ്പേഷന് വേണ്ടിയല്ല. നിങ്ങളാരെയും ഞങ്ങൾ ജോബ് പഠിപ്പിച്ചിട്ടില്ല. നിങ്ങളാരെയും ഇവർ ഒക്യുപ്പേഷൻ പഠിപ്പിച്ചിട്ടില്ല. ജോബ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒബേ ദ ബോസ്. നമ്മൾ ഇന്ന് മീൻ വെക്കുന്നു, നാളെ വേറെ പണിയെടുക്കുന്നു, അതിനെയാണ് നമ്മൾ ജോബ് എന്ന് പറയാം. ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്തു പോരുന്ന പരിപാടി ഞാനും ചെയ്യുന്നു. എന്നാൽ കരിയർ അതല്ല. നിങ്ങളിവിടുന്ന് കൊണ്ടുപോകുന്നത് കരിയറിന് വേണ്ട സാധനങ്ങളാണ്. കരിയർ എന്ന് പറയുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനും നിങ്ങളുടെ ഡിഗ്നിറ്റിക്കും ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പൊസിഷനാണ് കരിയർ. അപ്പോൾ ഈ മൂന്ന് വാക്കുകൾ ഒരേപോലെ ഉപയോഗിക്കരുത്. ഇറ്റ് ഈസ് എ കരിയർ, ജോബല്ല കരിയർ. രണ്ടാമത്തെ കാര്യം, ബികോം പാസ്സാവാത്ത ആളുകളൊക്കെ പല നിലയ്ക്കും എത്തി. അതിൻ്റെ ഒരു കാര്യം, ഇപ്പോഴും ഫായിസയ്ക്ക് ഫായിസ ആരാണെന്ന് അറിയില്ല. ഫായിസ ഇപ്പോഴും മറ്റുള്ളവരെയാണ് നോക്കുന്നത്. ആ സംഗതി കൊണ്ടാണ് പ്രസൻറ്റേഷന് നമുക്ക് പരാജയപ്പെടുന്നത്. പ്രസൻറ്റേഷന് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആളുകളെക്കാൾ നിങ്ങൾക്കാണ് വിവരമുള്ളത് എന്ന് ധരിച്ച് സംസാരിക്കുക എന്ന് ചില വിഡ്ഢികൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അത് ശുദ്ധ അസംബന്ധമാണ്. ഫായിസയേക്കാൾ കഴിവുള്ള ആളുകൾ, ഒരുപക്ഷെ ഇവിടെ സംസാരിക്കാൻ അവസരം കിട്ടാത്ത പിറകിലിരിക്കുന്ന നമ്മളെക്കാൾ അനുഭവ സമ്പത്തുള്ള ആളുകളുണ്ട്. അവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. പിറകിലിരിക്കുന്ന ഫാക്കൽറ്റി മെമ്പേഴ്സ് ഉണ്ട്, വളരെ ടോക്കറ്റീവായിട്ട് സരസമായി സംസാരിക്കുന്ന അർച്ചനയുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇവരുടെ മുമ്പിലാണ് നമ്മൾ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യത്തെ 15 സെക്കൻഡിൽ നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിയുണ്ടാവും. അതിന് നിങ്ങൾ പരാജയമായിട്ട് കാണേണ്ടതില്ല. ഞാൻ 5945 സെഷൻസ് ചെയ്തു കഴിഞ്ഞു. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയമുണ്ട്. എനിക്ക് ഭയം വേണം. ഗാനമേടവും കാർത്തിക മേടവും അതേപോലെ നമ്മളെ ആഷിക മേടവും പഠിപ്പിച്ച വിദ്യാർത്ഥിനികളാണ് നിങ്ങൾ. എനിക്ക് അവരുടെ സ്റ്റെപ്പ് നന്നായിട്ട് അറിയാം. 3 പേരും 3 വ്യത്യസ്ത കഴിവുള്ള ആളുകളാണ്. അവരെന്നോട് പറഞ്ഞിട്ടല്ല, ഞാൻ അവരെ പഠിച്ചാണ്. അപ്പോഴേ ഞാൻ സൈക്കോളജിസ്റ്റ് ആവുക. അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ 90 ദിവസം നിങ്ങൾക്ക് അവർ തരുന്നത് ഒരു 2 വർഷത്തെ സാധനമാണ് തരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യണം. നിങ്ങളെ പല മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അതിൽ അവർ ക്ഷമ കാണിക്കണം. എന്തൊക്കെ പരിപാടികൾ അവർ ചെയ്യണമെന്നറിയോ? പിന്നെ നമ്മൾ ഫേസ് ടു ഫേസ് അല്ല, കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ കുറേ ബോഡി ലാംഗ്വേജും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതൊന്നുമില്ല. അപ്പോൾ ഇറ്റ്സ് എ ചലഞ്ച് ആസ് ഫാർ ആസ് എ പേഴ്സൺ ഹൂ ഈസ് ടീച്ചിങ് വെർച്വലി. അപ്പോൾ അങ്ങനത്തെ ആളുകളുടെ ശിക്ഷണം കിട്ടിയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് സാമാന്യബോധമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഭയം ഉണ്ടാവും. പക്ഷെ ആ ഭയത്തെ 15 സെക്കൻഡിനുള്ളിൽ ഫായിസ നമ്മൾ ഡീൽ ചെയ്യണം. എങ്ങനെ ഡീൽ ചെയ്യാം? എൻ്റെ മുഖത്തുള്ള സുന്ദരമായ പുഞ്ചിരി ആദ്യം ഇവർക്കൊന്ന് കൊടുക്കണം. എന്നിട്ട് ഒന്നവിടെ നിൽക്കണം, ഒന്ന് നോക്കണം എല്ലാവരെയും. നീ എൻ്റെ വരെ ഒന്ന് നോക്കണം. അങ്ങനെ ഒരു റാപ്പ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ സംസാരിച്ച് തുടങ്ങാവൂ. നീ അവിടുന്ന് വന്ന് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീ അവരെ നോക്കിയിട്ടില്ല, അങ്ങനെ ഒന്ന് നോക്കി ഒരു പുഞ്ചിരി കൊടുക്കുമ്പോൾ ചിലയിടത്ത് ഭയങ്കര, ഇവിടെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ആരും അങ്ങനെ കനപ്പിച്ചിരിക്കുന്നവരൊന്നുമില്ല. ഇനി കനപ്പിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവളെ മാറ്റിയിട്ട് അപ്പുറത്തെ ആൾക്ക് നമ്മൾ കണ്ണു പോകണം. അങ്ങനെ ഡയഗനലായിട്ട്, ഇതൊക്കെ ഞാൻ ഇൻ്റർവ്യൂ സ്കിൽസിൽ പഠിപ്പിച്ചതാണ്, എല്ലാവരും അതിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ച് തരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പുഞ്ചിരിക്കുന്നതിലേറെ മനോഹരമായി അവർ നമ്മളോട് പുഞ്ചിരിക്കുന്നത് തോന്നും. നമുക്ക് സ്വാഭാവികമായും എൻഡോർഫിൻ പ്രൊഡ്യൂസ് ചെയ്യും, നമുക്ക് ധൈര്യം കിട്ടും. അങ്ങനെയാണ് ഈ ആദ്യത്തെ ആ ഒരു സ്റ്റേജ് ഫിയർ എന്ന് പറയുന്ന, ടോപ്പോഫോബിയ എന്ന് പറയുന്ന അവസ്ഥയെ നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. അല്ലാതെ എനിക്ക് അറിയുന്ന അത്ര പേർക്ക് അറിയില്ല, ഇങ്ങനത്തെ യൂട്യൂബിൽ പറയുന്നത് കേട്ടിട്ടാണ് പലരും പല അബദ്ധങ്ങളും ചെയ്യുന്നത്. അതല്ല, സൈക്കോളജിക്കലി എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം.
അവർക്ക് നമ്മളോട് ഒരു ഇഷ്ടം ഉണ്ടാക്കണം. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഉള്ള ഒരു പ്രസൻറ്റേഷനും പായിസ പരാജയപ്പെടില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ യു ക്യാൻ കോൾ മീ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.